എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതം നേരെ ADGP ഓഫീസിലേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ ഗൗതത്തെ കണ്ടപ്പോ ADGP പറഞ്ഞു, ഇരിക്കെ ഗൗതം എന്ന് പറയാണ്. പിന്നീട് ഗൗതം സാർ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയും. എന്താ ഗൗതം, എന്താ കാര്യം എന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ രാജിവെക്കാൻ പോവാന്ന് പറയാണ്. ഇത് കേട്ടതും ADGP ഒന്ന് ഞെട്ടി. എന്താ ഗൗതം, നീ എന്ത് വർത്താനാ പറയണേ, എന്ത് മണ്ടത്തരോ? നിനക്കെന്താ സ്ഥലകാലം ബോധം നഷ്ടപ്പെട്ടോ? നീ എന്താ പറയണേ, നിനക്ക് വല്ല ബോധ്യം ഉണ്ടോന്ന് ചോദിക്കും. ശരിക്കും ഞാൻ ആലോചിച്ചെടുത്തൊരു തീരുമാനം എന്ന് പറയാം. എനിക്ക് മനസ്സിലായി ഗൗതത്തിന് ഫ്രസ്ട്രേഷൻ എത്രമാത്രമാണ്. ക്യാപ്റ്റൻ അഖിലേനെ പിടിക്കാൻ സാധിച്ചില്ലല്ലേ, വേറെ പോലീസ് ഉദ്യോഗസ്ഥർ അത് പിടിച്ചുകൊണ്ട് ഒരു ചമ്മല്, അതുകൊണ്ടല്ലേ ഇങ്ങനെ തീരുമാനിക്കുന്നേ. എടോ, ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. അതിന്റെ പേരിൽ രാജിവെക്കാനാണെങ്കിൽ ഇത്ര നല്ല എഫിഷ്യന്റ് ആയിട്ടൊരു പോലീസുകാരൻ, അതിന്റെ വല്ല കാര്യമുണ്ടോ ഗൗതം ചോദിക്കാം. ഇത് കേട്ടപ്പോ ഗൗതം പെട്ടെന്ന് പറഞ്ഞു, അതല്ല സാർ കാരണം. ക്യാപ്റ്റൻ അഖിലെ എനിക്ക് പിടിക്കാൻ സാധിക്കാത്തോണ്ടല്ല, പക്ഷേങ്കില് അവള് രക്ഷപ്പെട്ടു പോയല്ലോ. സാർ വിചാരിച്ചോണ്ടിരുന്ന തന്നെ എനിക്ക് അവളെ പിടിക്കാൻ സാധിക്കാത്തോണ്ട്, അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയാം. കാരണം ക്യാപ്റ്റൻ അഖിലേനെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരു പോലീസ് ഓഫീസറാന്ന് പറയണം. ഇത് കേട്ടതും അയാൾ ചോദിച്ചു, ഇതെന്താ ഗൗതം നീ പറയുന്നത്, പോലീസാനോ? അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഒരു പോലീസാൻ അവളെ രക്ഷിച്ചെന്നോ? അങ്ങനെയൊന്നും വരത്തില്ലെന്ന് പറയണം. അതെ, സാറിന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ഗൗതം IPS തന്നെയാണ് അത് ചെയ്തത്. കാരണം അഖിലെ ഇത്രയും നാളും എല്ലാവരുടെ കൺമുന്നിൽ നിന്ന് കൊണ്ടുപോയി സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഈ ഞാനാന്ന് പറയാം. ഇത് കേട്ടതും എടിച്ചിപ്പിച്ചു. എന്താ ഗൗതം, നീ എന്ത് മണ്ടത്തരേ പറയണേന്ന് ചോദിക്കുവാണ്. അതെ, ആ സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് മനപ്രയാസം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ രാജിവെക്കുന്നത്. എനിക്ക് ഈ ജോലി തുടരാനായിട്ട് ഇനി അർഹതയില്ല സാർ എന്ന് പറയാണ്. സാറിനി ആരെ വെള്ളം വിളിച്ചു പറഞ്ഞോ, കമ്മീഷണറെ വിളിച്ചു പറഞ്ഞാലേ ഞാൻ ജോലി രാജിവെക്കുമെന്ന് പറഞ്ഞേക്കാൻ പറയാം. ഗൗതം, നിങ്ങൾ എന്ത് കാരണം കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്തേ എന്ന് ചോദിക്കുകയാണ്. അവസാനം ഗൗതം ആ കാര്യങ്ങളൊക്കെ പറയാണ്. SPC ക്യാമ്പിലുണ്ടായ ആ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. ആദ്യമായിട്ട് അഭിരാമിയെ കണ്ടുമുട്ടുന്നു, പിന്നീട് തങ്ങൾ കൂട്ടായതും, അതിനുശേഷം താൻ പുഴയിൽ പൊങ്ങി മരിക്കാൻ തുടങ്ങിയപ്പോൾ സൂരജ് രക്ഷിച്ചതും, പിന്നീട് കാടംകൊലിയെ വെച്ചിട്ട് അപകടത്തിൽ സൂരജ് മരണപ്പെടുന്നതും ഒക്കെ. അങ്ങനെ ആക്രമണത്തിൽ സൂരജ് മരിച്ചു കഴിഞ്ഞപ്പം സൂരജിന്റെ ഭാര്യയായ ക്യാപ്റ്റൻ അഖിലേനെ താൻ കണ്ടുമുട്ടുന്നു. അത് അഖിലയല്ല, അഭിരാമി എന്നുള്ള സത്യം, തന്റെ കളിക്കൂട്ടുകാരി എന്നുള്ള സത്യം താൻ തിരിച്ചറിയുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിസ്തീരിക്കുകയാണ് ADGPയോട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്റെ ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു നന്ദ. അവള് ഒരു അഭിരാമിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിരാമിയുടെ കൂടെ ഗൗതം ഇങ്ങനെ ചുറ്റിക്കറങ്ങുമെന്നുള്ള കാര്യമൊക്കെ. പക്ഷേങ്കില് അതൊരിക്കലും ക്യാപ്റ്റൻ അഖില എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നില്ല എന്ന് പറയണം. നിന്റെ മേൽ ഞങ്ങൾക്ക് ഒരു സംശയം ഇല്ലായിരുന്നു പറയാം. ഗൗതം പറഞ്ഞു, അതാ സാർ പറഞ്ഞേ, ഒരിക്കലും ഒരു പോലീസുകാരൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കില് ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഇപ്പോഴും സത്യത്തിന്റെ കൂടെ നിന്നേന്ന്. കാരണം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ ചില നയങ്ങള് കാരണം സൂരജിനോടൊപ്പം അവൾ ചേർന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇന്ന് വരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല. അപ്പൊ സൂരജിന്റെ കുഞ്ഞിനെ എന്നെ രക്ഷിക്കണമായിരുന്നു. ഞാൻ മനസാക്ഷിക്കാണ് എന്റെ ജോലിയെക്കാളും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് നൽകിയത്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ തെറ്റുപറ്റിപ്പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കിനി ജോലിയിൽ തുടരാനായിട്ട് യോഗ്യതയില്ല. കാരണം നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് കുറെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത് തെറ്റിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാർ പറഞ്ഞത്. സാർ ഒരു കാര്യം ചെയ്യുക, കമ്മീഷനെ വിളിച്ച് ഞാൻ ജോലി റിസൈൻ ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞേക്കാൻ പറയാം. പെട്ടെന്ന് ADGP എന്ത് ചെയ്യണം, ഫോൺ എടുത്ത് കമ്മീഷണർ വിളിക്കാനായിട്ട് തുടങ്ങുക. അങ്ങനെ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഫോൺ താഴേക്ക് വെച്ചു. എന്നിട്ട് എന്തിനാടോ ഞാൻ ആരെ ഇപ്പൊ വിളിക്കണ്ടേ? അല്ലെങ്കിലും ഇതിപ്പോ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? കാരണം എത്ര തലപ്പത്തിരിക്കുന്ന എത്ര വലിയ ആൾക്കാരെന്ന് പറഞ്ഞാലും കറ പുരളാത്ത കയ്യിൽ കറ പുരളാത്ത ആരെങ്കിലും ഉണ്ടോ? ആ ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ എല്ലാവർക്കും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിനകത്ത് ഞാൻ നോക്കുമ്പോ ഗൗതം ചെയ്ത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൗതം മനസാക്ഷിക്ക് നിരക്കാത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഗൗതം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം ഇങ്ങനത്തെ കാര്യം ചെയ്തത്. അത് മാത്രമല്ല, ഇപ്പൊ പറയുന്ന അനുസരിച്ച് അഭിരാമി അത് കൊടുങ്ക്രിമിനലാന്ന് എനിക്കും തോന്നുന്നില്ല. അവര് വലിയ കുറ്റങ്ങൾ ചെയ്താണെന്ന് എനിക്കും തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് തങ്ങളെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ രാജി സ്വീകരിക്കാനോ സാധിക്കില്ലെന്ന് പറയാം. ഇത് കേട്ടൻ ഗൗതം വഴി, വേണ്ട സാർ, ഇതിന്റെ പേര് നാളെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാണ്. എടോ, എന്ത് പ്രശ്നം അവിടെ ഗൗതം ഉണ്ടാകുന്നേ? താൻ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകും. തന്നെ പോലെ എഫിഷ്യന്റ് ആയിട്ടൊരു ഓഫീസർ ഈ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് തന്നെയാണ് നല്ലത്. അല്ലാതെ തന്നെ പോലെയുള്ള എഫിഷ്യന്റ് ആയിട്ട് ഒരു ഓഫീസർ വീട്ടിൽ പോയി രാജിവെച്ചിരിക്കാനുള്ളതല്ലെന്ന് പറയാണ്. അങ്ങനെ ഗൗതത്തെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഇന്ത്യവരമാണ്. ഇന്ത്യവരത്തിൽ നന്ദ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരിക.
ഈ സമയം ലക്ഷ്മിയമ്മ ചോദിച്ചു, മോളെ നന്ദേ നീ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുക. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ലക്ഷ്മിയമ്മേ, അല്ലെങ്കിൽ ഞാൻ എന്തിനാ നിൽക്കുന്നേ? ഭർത്താവിന്റെ സ്നേഹവും ഇതൊക്കെയല്ലേ എനിക്ക് വേണ്ടത്. അതിന് കിട്ടാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താവ് മറ്റൊരാളോടൊപ്പമാ. ഇനിയിപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഭാര്യ എന്ന ലേബലുമായിട്ട് എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് അർഹതയില്ലെന്ന് പറയാം. പെട്ടെന്ന് അരുതി വന്നിച്ചു, മോളെ നീ ഇങ്ങനെ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കലെന്ന് പറയാണ്. ചാടി തീരുമാനം എടുത്തല്ല, ഞാൻ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനം വല്യമ്മേ. അതുകൊണ്ട് ഇനി എന്റെ തീരുമാനത്തെ മാറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഇനി എന്തിനു വേണ്ടി അവിടെ നിലകൊള്ളുന്നേ? ഗൗതം സാറിന് എന്നെ വേണ്ട, പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അർജുൻ അങ്ങോട്ട് വരുന്നേ. അർജുൻ വന്നിച്ച്, നന്ദ നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുക. ഓ, രണ്ടാമതൊരു ഇറങ്ങിപ്പോക്കായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടാ നന്ദ പറഞ്ഞു, അതെ രണ്ടാമതൊരു ഇറങ്ങിപ്പോക്ക് തന്നെയാ. അതെ, ഗൗതത്തിന്റെ സ്നേഹത്തിനും പരിഗണനയ്ക്കൊന്നും ഞാൻ അർഹയല്ലെന്ന് പറയണം. അല്ലെങ്കിലും ഗൗതമനെ ഇതുവരെയായിട്ടൊരു ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഗൗതത്തിന് അഭിരാമി മതി. എന്നെക്കാളും ഈ കുടുംബത്തിനേക്കാളും വലുത് ഗൗതത്തിന് അഭിരാമിയാ. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ലെന്ന് പറയണം. ഇത് കേട്ട പറഞ്ഞു നന്ദേ, നീ എടുക്കുന്ന തീരുമാനം തെറ്റായ ഒരു തീരുമാനമാണ് എന്ന് പറയാം. നീ ഇവിടെ ഗൗതം സാറിനെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയാം. പെട്ടെന്ന് പിങ്കി അങ്ങോട്ട് കടന്നു വന്നു. പിങ്കി വന്നിട്ട് ചോദിച്ചു, ഓഹോ ഇപ്പൊ അർജുൻ ഗൗതത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. അല്ല, ഗൗതം ചെയ്തതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഗൗതം ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് വീണ്ടും അർജുൻ ഗൗതത്തെ ന്യായീകരിച്ചോണ്ടിരിക്കണമെന്ന് ചോദിച്ചോണ്ട് പിങ്കി അങ്ങോട്ട് കിടന്ന് ദേഷ്യപ്പെടുക. പിങ്കിയുടെ മനസ്സിൽ എങ്ങനെ നന്ദി ഒന്ന് പോയി കിട്ടിയാൽ മതി. ആ ഒരു ശുഭമുഹൂർത്തത്തിന് വേണ്ടി പിങ്കി കാത്തിരിക്കുന്നത്. എങ്കിലല്ലേ തനിക്ക് ഗൗതത്തിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് അർജുനും കൂടി ഇത് പിങ്കിയോട്, പിങ്കി നീ ഒരു അക്ഷരം ഇനി മിണ്ടിപ്പോരുത്. പറഞ്ഞു കേട്ടല്ലോ. അവളാണെങ്കിൽ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കാൻ വന്നിരിക്കുന്നു. മിണ്ടായിരിക്കടിന്ന് പറയണം അവിടെ. പിന്നീട് നന്ദയുടെ എന്നിട്ട് നന്ദടുത്തി, ഇപ്പൊ ചെയ്യുന്ന ഈ തെറ്റുണ്ടല്ലോ അതൊരിക്കലും ശരിയായ കാര്യമില്ല. നന്ദടുത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നന്ദടുത്തിക്ക് മാത്രമായിരിക്കും നഷ്ടം എന്ന് പറയാം. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, അത് മോനെ ഗൗതം അങ്ങനെ ഒരു തെറ്റ് ചെയ്തോണ്ടല്ലേ അവൾ അങ്ങനെ കാണിക്കുന്നത്. അവളെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിക്കാം. ഈ സമയം അരുന്ധതി പറഞ്ഞു, ശരിയാ, ഇന്ന് വരെ ഞാൻ ഗൗതത്തിനെ ഒരു ചീത്തയ കുറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ ആദ്യമായിട്ടാണ് ഞാനും അവനെ ഇങ്ങനെ സഹായിക്കുന്നത്. കാരണം അങ്ങനെ ക്യാപ്റ്റൻ അഖിലയെ പോലുള്ളൊരു സ്ത്രീയെ അവരെ സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർക്ക് ഒരിക്കലും ചേർന്ന ജോലിയല്ല എന്ന് പറയണം. ലക്ഷ്മിയാണ്, ശരിയാ, അവരെ മാത്രമല്ല അവരുടെ ആ സൂരജ് ഉണ്ടല്ലോ അവരെ. പക്ഷെ ഇതൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ചേർന്ന കാര്യമാണോ അർജുൻ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും അർജുൻ പറഞ്ഞു, നിങ്ങളൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഗൗതമേട്ടനെ കുറിച്ച്? ഒരിക്കലും ഗൗതമേട്ടൻ ഒരു തെറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങള് ഗൗതമേട്ടനെ ജഡ്ജ് ചെയ്യുന്ന നിങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? ഗൗതമേട്ടൻ ചെയ്തൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണെന്ന് പറയാം. ഇത് കേട്ട ലക്ഷ്മി, നീ എന്തൊക്കെ അർജുൻ പറയുന്നേ? നീ കാര്യത്തിന്റെ ആ തീവ്രത അറിഞ്ഞിട്ടാണോ പറയണെന്ന് ചോദിക്കുക. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, അതെ എന്ത് കാര്യം എന്നറിയാവോ? നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പേരാരാ? ക്യാപ്റ്റൻ അഖിലെ അറിയാം, പിന്നെ കമാൻഡർ സൂരജ് അറിയാം. ആ പേരല്ലേ നിങ്ങൾക്ക് അറിയാവുള്ളൂ എന്ന് ചോദിക്കണം. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത മറ്റൊരു പേര്, അല്ല നിങ്ങൾക്ക് അറിയത്തില്ലാത്ത പേര് അതല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു പേര് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുക. ഇത് കേട്ടിട്ട് ലക്ഷ്മി ചോദിച്ചു, എന്താ അർജുൻ, എന്താ നീ പറയണെന്ന് ചോദിക്കുക. അല്ല, നിങ്ങൾക്കൊരു അഭിരാമിനെ അറിയാമെന്ന് ചോദിക്കുകയാണ്. ഒരു ആമി, അതുപോലെ തന്നെ ഒരു സൂരജിനെ അറിയാമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഒരു നിമിഷം രണ്ടുപേരും കൂടെ പതറി. അതെ അറിയാന്ന് പറയണം. അരുന്ധതി അറിയാന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ലക്ഷ്മിയമ്മ അറിയാന്ന് പറയണം. ആമിമോളെ എനിക്ക് അറിയാലോ, അതുപോലെ തന്നെ സൂരജ് മോനും അവർ നേരത്തെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ എന്ന് പറയാം. ഈ സമയം അരുന്ധതി പറഞ്ഞു, അല്ല അർജുൻ, അവരെ കുറിച്ച് നീ എന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അതോ പറയേണ്ട കാര്യം വന്നു അതുകൊണ്ടാ പറയുന്നതെന്ന് പറയണം. പിന്നീട് ആമീനെ കുറിച്ചും സൂരജിനെ കുറിച്ചും, അല്ല വല്യമ്മയ്ക്കും ലക്ഷ്മിയമ്മയ്ക്കും എന്താ അഭിപ്രായം ചോദിക്കണം. നല്ല കുട്ടികളല്ലേ അവര്, ചെറുപ്പക്കാരെന്നുള്ള ഇവിടെ വന്നോണ്ടിരിക്കുന്നവര്. അത് മാത്രമല്ല ഗൗതം മോഹൻ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം സൂരജാന്ന് പറയാണ്. ഇത് കേട്ടതും അർജുൻ, അതേലോ ആ സംഭവിച്ചതല്ലോ. അല്ല അന്ന് സൂരജ് ഗൗതമായിട്ടാണ് ജീവൻ രക്ഷിച്ചു കഴിഞ്ഞപ്പം വല്യമ്മ എന്തോ ഒരു സമ്മാനം കൊടുത്തില്ലേന്ന് ചോദിക്കുക. എന്തോ സമ്മാനമൊന്നുമല്ല, ഞാനൊരു സ്വർണ്ണമാല തന്നെ കൊടുത്തേന്ന് കണ്ടില്ലേ? അപ്പൊ അത്രമാത്രം സ്നേഹിച്ചിരുന്ന അല്ലേന്ന് ചോദിക്കണം. അതെ, എനിക്ക് അവരെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയണം. ഈ സമയം അർജുൻ പറഞ്ഞു, എങ്കിലും ഒരു കാര്യം കൂടെ കേട്ടോ, ഈ ക്യാപ്റ്റൻ അഖില ആരാന്നറിയാവോ? അതാണ് അഭിരാമി എന്ന് പറയണം, നമ്മുടെ ആമി. പിന്നെ സൂരജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമാൻഡർ ആദിത്യനാണ് ഈ സൂരജ് എന്നും കൂടെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ലക്ഷ്മി പറഞ്ഞു, എന്റെ ഭഗവാനെ എന്തൊക്കെയാണ് കേൾക്കണേന്ന് ചോദിക്കണം. അതെ, കാരണം ആ കാടൻകൊല്ലി വലിച്ചുള്ള ഓപ്പറേഷനില് സൂരജ് വധിക്കപ്പെട്ടു. അന്ന് ആ ഒപ്പം തന്നെ ഗൗതം നേട്ടനും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അന്ന് രക്ഷപ്പെട്ടു പോയതാണ് നമ്മുടെ ക്യാപ്റ്റൻ അഖില എന്ന് പറയുന്ന നമ്മുടെ ആമി. പക്ഷേങ്കിൽ ആമി അവസാനം
ഗൗതമേട്ടന് മുന്നിലാ വന്ന് പെട്ടത്. പക്ഷെ അവൾ പ്രഗ്നന്റ് ആയിരുന്നു. അവളുടെ വയറ്റിൽ സൂരജന്റെ കുഞ്ഞു വളരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഗൗതമേട്ടന്റെ കടമയായിട്ട് ഗൗതമേട്ടൻ തോന്നി. ഒരിക്കൽ തന്റെ ജീവൻ രക്ഷിച്ച സൂരജന്റെ കുഞ്ഞിനെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലൊരു കാര്യം വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവളെ സംരക്ഷിച്ചു പോന്നിരുന്ന ആമീനെ. പക്ഷെ ഇതൊക്കെ അറിയാനായിട്ട് ഞാൻ പോലും വൈകി. ഞാൻ പോലും ഗൗതമേട്ടനെ കുറ്റപ്പെടുത്തുക ചെയ്തേ. അവസാനം സത്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴാ ഗൗതമേട്ടൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു, ആ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരുന്നു. ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഒറ്റപ്പെടുത്തിയില്ലേന്ന് ചോദിക്കുക. അരുന്ധതി പറഞ്ഞു, അയ്യോ ഇല്ല മോനെ, ഇത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറയാ. ലക്ഷ്മിയമ്മ പറഞ്ഞു, അന്നെങ്കിൽ ഈ കാര്യം ഒന്ന് പറയാൻ മേലായിരുന്നോ? ഈ കാര്യം ഒന്ന് മുമ്പൊന്ന് പറയുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നു ചോദിക്കുക. ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാ. ഇനിയിപ്പം അല്ലെങ്കിലും അതിനെക്കുറിച്ച് എന്തിനാ പറയണേ? പക്ഷെ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന നന്ദ ആകെപ്പാടം തകർന്ന് തരിപ്പണമായിപ്പോയി. പിന്നീട് അർജുൻ നന്ദയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പം നന്ദയ്ക്ക് എന്ത് വേണം തീരുമാനം എടുക്കാം, പോണെങ്കിൽ പോവാം, എന്ത് വേണം ചെയ്യാന്ന് പറയാ. പിന്നീട് കാണിക്കുന്ന നന്ദ ഒന്നും മിണ്ടാതെ തകർന്ന് തരിപ്പണമായിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. പിന്നീട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. മുറിയിലേക്ക് പോയി സങ്കടപ്പെട്ടിരിക്കുകയാണ്. താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമില്ല. താൻ കാരണം ഗൗതമേന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും. ഗൗതമേന്റെ ജീവൻ രക്ഷിച്ച ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ ഗൗതമേണ്ട പോരാടിക്കൊണ്ടിരുന്നേ. പക്ഷെ ആ കുഞ്ഞു ജീവൻ, ഒരു തെറ്റും ചെയ്യാത്ത ആ ജീവന് വേണ്ടിയിട്ട് ഇവിടെ തെറ്റുകാരി താനാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഗൗതമേന്റെ മുഖത്തേക്ക് ആ താലി വലിച്ചെറിയാനൊന്നും പാടില്ലായിരുന്നു. അല്ലെങ്കിൽ താൻ ഗൗതമേട്ടനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതൊക്കെ ഓർത്തിട്ട് നന്ദിക്ക് വല്ലാത്ത കുറ്റബോധമായിരുന്നു അനുഭവപ്പെട്ടെ. പിന്നീട് കാണിക്കുന്ന അരുന്ധതി, മോഹിനി എല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഈ സമയം അർജുനോട് ചോദിച്ചു, അല്ല മോനെ, നീ ചെന്നപ്പോ ഗൗതം നിന്നോട് എന്തേലും പറഞ്ഞോ? ഇങ്ങോട്ട് വരുന്ന കാലത്തെ കുറിച്ച് എന്തേലും പറഞ്ഞോ? പെട്ടെന്ന് അർജുൻ പറഞ്ഞു, എന്നോട് ഏട്ടനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഇനിയിപ്പോ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവര് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അവർക്ക് വല്ലാത്ത സങ്കടമോ. അതുകൊണ്ട് അർജുൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഈ സമയം അരുന്ധതി പറഞ്ഞു, അല്ല അവൻ ഈ സത്യങ്ങളൊക്കെ നേരത്തെ തുറന്നു പറയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? ഈ വീട്ടിലുള്ളവർ അവനെ അംഗീകരിക്കില്ലായിരുന്നു ചോദിക്കുക. ഇത് കേട്ടപ്പോ മോഹൻ പറഞ്ഞു, ആ പറഞ്ഞ ശരിയായിട്ടുള്ളൊരു കാര്യമാ എന്ന് പറയണ. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഗൗതമൻ ഈ കുടുംബത്തിലുള്ളതാ. ഇത്തരം കാലമായിട്ട് ഗൗതമേണ്ണും മനസ്സിലാക്കാൻ പറ്റി, ഗൗതമേണ്ണ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ പെട്ടെന്ന് മോഹിനി പറഞ്ഞു, അതിന് നീ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഭാര്യ പിങ്കി ഉണ്ടല്ലോ, അവള് തന്നെയാണ് ഗൗതമിനെതിരെ ആദ്യം വാളെടുത്ത് ക്രൂശിക്കാൻ മുന്നേ നിന്നേന്ന് പറയാം. ഇത് കേട്ടതും അർജുനിലൊരു ഞെട്ടലുണ്ടാവണം. അർജുനെ പിങ്കിനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുവാണ്. പെട്ടെന്ന് അരുന്ധ പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളല്ലോ വന്നു. പാവം ഗൗതം, അവൻ എവിടെയാണോ എന്തോ. ലക്ഷ്മി അമ്മ ഭയങ്കര കരച്ചില്ല. എനിക്കറിയായിരുന്നു എന്റെ മോൻ തെറ്റൊന്നും ചെയ്യില്ലാന്ന്. എന്നാലും എല്ലാരും പറഞ്ഞു കേട്ടപ്പം ഈ സമയം അർജുൻ പറഞ്ഞു, ഈ വീട്ടിലേക്ക് വന്നു കയറിയ മരുമക്കളാണ് പിങ്കി നന്ദേ. പക്ഷെ അവര് കുറച്ചു കാലമായല്ലോ വന്നിട്ട്. പക്ഷെങ്കിൽ അതിനു മുമ്പ് ഈ കുടുംബത്തില് ഗൗതമേട്ടനോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഗൗതമേട്ടന്റെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണമായിരുന്നു. നിങ്ങളുടെ കയ്യിലാ തെറ്റെന്ന് അർജുൻ പറയാണ്. ഈ സമയത്താണ് ഗൗതം അങ്ങോട്ട് കയറി വരുന്നത്. ഗൗതത്തിനെ കണ്ട് ലക്ഷ്മി പറഞ്ഞു, മോനെ. ഗൗതം എന്ന് പറഞ്ഞു ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ തുടങ്ങുവാണ്. എന്നാലും നിനക്ക് ഈ സത്യങ്ങളൊക്കെ ഞങ്ങളോടൊന്ന് തുറന്നു പറയാൻ പാടില്ലായിരുന്നു ചോദിക്കും. ഗൗതം പറഞ്ഞു, എനിക്ക് പറയാൻ തോന്നിയില്ല. എനിക്ക് അത് ആമിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ജീവനായിരുന്നു എനിക്ക് പ്രധാനം. അതുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയായിരുന്നേ. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കാനുള്ള എല്ലാം നടന്നില്ലെന്ന് പറയാം. അരുന്ധതി തൊട്ട്, ക്ഷമിക്കും മോനെ, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇതാന്ന് കാര്യം എന്നൊക്കെ ഉള്ളത്. ഈ സമയം ഗൗതം പറഞ്ഞു, അല്ലെങ്കിലും ഞാൻ ചങ്ക് തുറന്നു കാണിച്ചാൽ ഇവിടെ എല്ലാവരും ചെമ്പരത്തിപ്പൂന്നല്ലേ പറയത്തുള്ളൂ. എന്നെ മനസ്സിലാക്കാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ലോ. ഈ ഇന്ത്യവരത്തെയോ അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യയോ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷേങ്കിൽ എല്ലാരും കൂടെ ഒരു കുറ്റപ്പെടുത്തിയ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും എന്നെ 4 ദിക്കിന്നും കടിച്ചു കയറാൻ ശ്രമിക്കുകയല്ലേ ചെയ്തേന്ന് ചോദിക്കുക. ഈ സമയം അർജുൻ വന്നിട്ട് പറഞ്ഞു, പോട്ടെ ഗൗതമേട്ട, സാരമില്ല, ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറയണം. പെട്ടെന്ന് ലക്ഷ്മി പവിത്രോട് പറഞ്ഞു, മോളെ പവിത്രേ, നീ പോയി നന്ദനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറയാണ്. അങ്ങനെ പവിത്ര മുറിയിലേക്ക് ചെല്ലുക. ഈ സമയം നന്ദ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. പവിത്ര എന്നിട്ട് പറഞ്ഞു, അതേ താഴേക്ക് വരാൻ പറഞ്ഞു പറയണേ. ഞാൻ എന്തിനാ താഴേക്ക് വരുന്നേ? എല്ലാവർക്കും കൂടെ എന്നെ വിചാരണ ചെയ്യാനായിരിക്കും. ഞാൻ ഗൗതം സാറിന്റെ എന്റെ മനസ്സിൽ നിന്ന് പടിയടിച്ച് പിണ്ടം വെച്ചല്ലോ. അതുകൊണ്ടായിരിക്കും ഇല്ലേ എന്റെ മനസ്സിൽ ഇനി ഗൗതം സാറിന് സ്ഥാനമില്ലെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്തേ. ആ താലി ഊരി കൊടുത്തേ. അപ്പൊ അതിനു വേണ്ടിട്ട് എല്ലാവർക്കും കൂടെ വിചാരണ ചെയ്യാനായിരിക്കും. നിങ്ങൾ എല്ലാവരും ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങളല്ലേ? അപ്പൊ ഇനിയിപ്പൊ എന്നെ ഇറക്കി വിടാനായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പാത്ര പറഞ്ഞു, അതൊന്നും അല്ല നന്ദേച്ചി, അതെ ഗൗതമേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടത് നന്ദയിലൊരു സന്തോഷം വെപ്രാളം എല്ലാം ഉണ്ടായി. അപ്പൊ നന്ദ ഇങ്ങനെ ആകാംക്ഷപൂർവ്വം പവിത്രനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.